ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ചക്കപ്പൊരി തയ്യാറാക്കി നോക്കാം. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായും ഇഫ്താറിനും ഒക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനൊരു പഴുത്ത ചക്കയുടെ കുറച്ച് ചുള എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വരിക്കച്ചക്കയാണ്. ഇനി ഒരു കത്തി കൊണ്ട് നമുക്ക് ഓരോ ചുളയുടെയും കുരു കളഞ്ഞെടുക്കാം. അധികം പരിക്കില്ലാതെ നമ്മുടെ ചക്കച്ചുള രണ്ടായി മുറിയാം. നല്ല ജീരകവും ഒരു അര ടീസ്പൂൺ എള്ളു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ തന്നെ ചട്ടിയിലിട്ട് വറുത്തെടുത്തതായിരുന്നു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ചക്ക പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗോതമ്പ് പൊടി കൊണ്ടും ഉണ്ടാക്കി നോക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചക്ക നല്ല മധുരമുള്ളതാണെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ അളവ് കുറക്കാം. നമ്മുടെ ചക്കപ്പൊരിക്ക് നല്ലൊരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ പഴംപൊരിക്കൊക്കെ മാവ് തയ്യാറാക്കും പോലെ അധികം തിക്കും അധികം ലൂസും അല്ലാത്തൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ടൈമിൽ നമുക്ക് ചക്കയുടെ ഉള്ളിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങയുടെ ഫില്ലിംഗ് ഇതുപോലെ നിറച്ചു കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാത്തിലും ഫില്ലിംഗ് നിറച്ചു കഴിഞ്ഞു. ഞാൻ നേരത്തെ തന്നെ സ്റ്റൗവിൽ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഇനി അതിലേക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓരോ ചക്കച്ചുളയും ഇതുപോലെ മാവിൽ മുക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരു ഭാഗം മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് അതേപോലെ തന്നെ മറ്റേ ഭാഗവും ഒന്ന് മൊരിയിച്ചെടുക്കാം. അധികമായിട്ട് മൊരിയണം എന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ ചക്കപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കോരിയെടുക്കാൻ നേരം തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ എണ്ണ വേഗം തന്നെ ഇത് പിടിക്കും. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ചക്കപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും എള്ളിൻ്റെയും ഒക്കെ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.